നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന നടി അഹാന കൃഷ്ണയുടെ കുടുംബത്തിലെ ആഭ്യന്തര തർക്കങ്ങളിലും അമ്മൂമ്മയുടെ കടുത്ത ആരോപണങ്ങളും ഒടുവിൽ പ്രതികരണവുമായി അഹാനയുടെ അമ്മ സിന്ധു കൃഷ്ണ രംഗത്ത്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അഹാന കൃഷ്ണ, അവരുടെ കുടുംബം, അവരുടെ ആഭ്യന്തര തർക്കങ്ങളൊക്കെ തന്നെയും സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ പ്രശ്നമായിരുന്നു. ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുക്കം അഹാന സ്വന്തമായി വീഡിയോ പങ്കുവച്ചു. അതിനുശേഷം അമ്മൂമ്മ അഹാന അയച്ച മെസ്സേജുകളും ചാറ്റുകളും ഒക്കെ പൊതുസമക്ഷം കാണിച്ചു. ഇത് കസിനായ തൻവി വീഡിയോ ചിത്രീകരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇരുവരും ചാനലിൽ നിന്നും വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിരുന്നുവെങ്കിലും പല ആളുകളും ഡൗൺലോഡ് ചെയ്യുകയും വീണ്ടും അത് ചർച്ചയാവുകയും ചെയ്തിരുന്ന സാഹചര്യത്തിലാണ് അഹാനയുടെ അമ്മ സിന്ധു കൃഷ്ണ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി തങ്ങൾക്കെതിരെ നടക്കുന്ന കടുത്ത സൈബർ ആക്രമണങ്ങൾക്കും അപവാദ പ്രചരണങ്ങൾക്കും മറുപടിയായാണ് സിന്ധു കൃഷ്ണ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വികാരാധീനയായി സംസാരിച്ചത്. കുടുംബത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നടന്നതെന്നും എന്നാൽ ഇതിലൊന്നും തങ്ങൾക്ക് നിയന്ത്രണമില്ലായിരുന്നു എന്നും അവർ പറയുന്നു. സ്വന്തം അമ്മയായി വസന്തി ഉപേക്ഷിച്ചെന്ന ആരോപണവും അഹാന അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന കസിൻ തൻവി ഘോഷിന്റെ വെളിപ്പെടുത്തലുകളും വലിയ വിവാദമായിരുന്നു. ഇതിനെല്ലാം മറുപടിയായി തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിനുള്ളിൽ സത്യം തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും വ്യക്തമായി ഉണ്ടെന്ന് സിന്ധു കൃഷ്ണ അവകാശപ്പെടുന്നു. എന്നാൽ കുടുംബത്തിന്റെ അന്തസ്സും സമാധാനവും ഓർത്ത് ഈ തെളിവുകളൊന്നും പൊതുസമൂഹത്തിന് മുന്നിൽ നിർത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തിപരമായി തങ്ങളെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സത്യമെന്തെന്ന് കൃത്യമായി അറിയാമെന്നും ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായ പ്രശ്നമല്ലെന്നും അവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അപരിചിതരായ ആളുകൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനെ ഭയപ്പെടുന്നില്ല. സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി താൻ ചെയ്ത കാര്യങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അന്തരിച്ച തന്റെ പിതാവിന്റെ അവസാന നാളുകളിൽ യൂട്യൂബിൽ നിന്നും പരസ്യങ്ങളിൽ നിന്നും ലഭിച്ച വരുമാനവും മക്കളും ഭർത്താവും തന്ന പണവും ഉപയോഗിച്ച് അവരെ പരമാവധി നന്നായി നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പലവിധ അജണ്ടകളുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. താനിപ്പോൾ പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ ഭാവിയിൽ എന്തിനാണ് അമ്മയുടെ അടുത്ത് പോകാത്തതെന്ന ചോദ്യവുമായി ആളുകൾ വരുമായിരുന്നെന്നും അതിനാലാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതെന്നും അവർ പറഞ്ഞു. ഈ തർക്കങ്ങൾ തന്നെ മാനസികമായി ഏറെ വേദനിപ്പിച്ചു. കസിനായ തൻവിക്കും അമ്മയ്ക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നതായും അവർ ഇപ്പോൾ വിളിച്ചാലും എന്താവശ്യമുണ്ടെങ്കിലും താൻ ഓടിയെത്തുമെന്നും സിന്ധു കൃഷ്ണ വ്യക്തമാക്കി. മുൻപ് തൻവി വീട്ടിൽ വന്നപ്പോൾ സഹായിക്കാനായി ഒരു വേലക്കാരിയെ വിട്ടു നൽകിയത് താനായിരുന്നു. എന്നാൽ അവർ പെട്ടെന്നൊരു ദിവസം ആരോടും പറയാതെ പോവുകയായിരുന്നു. എല്ലാ വീടുകളിലും അഹാനയെപ്പോലൊരു മകൾ വേണമോ എന്നത് മറ്റുള്ളവർക്ക് തീരുമാനിക്കാം. എന്നാൽ തൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും അഹാനയെപ്പോലൊരു മകൾ വേണമെന്നും താനും മറ്റു മക്കളും എപ്പോഴും അവൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. അമ്മയ്ക്ക് താൻ നൽകിയ വസ്ത്രങ്ങൾ തിരികെ എടുത്തുകൊണ്ടുപോയി എന്ന ആരോപണത്തിനും സിന്ധു കൃഷ്ണ കൃത്യമായി മറുപടി നൽകി. 2021 കോവിഡ് വാക്സിനേഷൻ എടുക്കാൻ വന്നപ്പോൾ സാരി മാറി ധരിക്കാൻ വസ്ത്രമില്ലാതിരുന്ന അമ്മയ്ക്ക് തൻ്റെ സൽവാറാണ് നൽകിയതെന്നും അത് നന്നായി ഇണങ്ങുന്നു എന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ട് അമ്മ പിന്നീട് സൽവാറിലേക്ക് മാറിയതെന്നും അവർ വിശദീകരിച്ചു. തൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാനുള്ളടമാണ് ഈ ചാനലെന്നും തങ്ങളെ ഇഷ്ടമുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതിയെന്നും പറഞ്ഞാണ് സിന്ധു കൃഷ്ണ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്.